ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കോട് സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 25ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മക്കൾ സ്കൂളിലേക്കൊക്കെ പോവാണ്. ഞാൻ അതിന് മുമ്പത്തെ വിശേഷങ്ങളൊന്നും കാണിക്കാത്ത എന്താ വെച്ചാൽ എനിക്ക് ഒന്നിനുള്ള ടൈം ഉണ്ടാവില്ല കേട്ടോ. മക്കളെ ഡ്രസ്സ് ചെയ്യിപ്പിക്കണം, എണീച്ച് വരൽ തന്നെ ഫുൾ കരച്ചിൽ പിഴിച്ചിലൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ ചില ദിവസങ്ങളിൽ. അപ്പോൾ ഞാൻ വിചാരിക്കും അതൊന്നും എടുക്കണ്ട, കാരണം അതിനുള്ളൊരു മാനസികാവസ്ഥയിലാവില്ല ഞാൻ ചില ദിവസങ്ങളിൽ. അപ്പോൾ ഞാൻ മക്കളെ ഒന്ന് സ്കൂളിൽ പറഞ്ഞു വിടുന്ന ആ ഒരു ടൈം തൊട്ടിട്ട് എടുക്കാമെന്ന് വിചാരിക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ നല്ലപോലെ ഇരിക്കും എണീക്കുന്നതൊക്കെ, ചില ദിവസങ്ങളിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ സുജി മക്കളെയൊക്കെ കൊണ്ടാക്കി വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കും കേട്ടോ കുറച്ച് നേരം. സുജി ചായയൊക്കെ കുടിച്ച്, ഞാൻ പിന്നെ രാവിലെ അങ്ങനെ ചായ കുടിക്കണ ഒരു സ്വഭാവം എനിക്ക് ആദ്യമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിൽ പോയാൽ ചിലപ്പോൾ അങ്ങനെ കുടിച്ചിരിക്കും. അങ്ങനെ അല്ലാതെ ഞാനായിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കുടിക്കൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വെയിറ്റ് 84.55 ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഞാൻ 2 എഗ്ഗ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയെങ്കിലും കുറച്ച് ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഇതുവരെ 24 ദിവസം ഏകദേശം വെറുതെ ആയിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ഇനിയെങ്കിലും കുറച്ച് ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ സുജി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഓഫീസിലേക്ക് പോയതായിരുന്നു കേട്ടോ. പിന്നെ ഒരു സാധനം എടുക്കാൻ മറന്നു. ഈ 2 പേപ്പറില്ലേ, മക്കൾക്ക് ഒരു 2 ഗോൾഡൻ റിങ് വാങ്ങാൻ വേണ്ടിയിട്ട് അളവെടുത്ത് വെച്ചാൽ കേട്ടോ അവരെ വിരൽ. അപ്പോൾ അത് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരിച്ച് വന്നതാണ് അത് എടുക്കാൻ വേണ്ടിയിട്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് ആര്യൻ്റെ ബർത്ത്ഡേ ആണ്, അതായത് എൻ്റെ ചെറിയ മോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അവന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു റിങ് വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അവന് റിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവന് വാങ്ങുമ്പോൾ എന്തായാലും മൂത്താക്കും വാങ്ങും കേട്ടോ. അങ്ങനെ ഞാൻ എന്താ പറയുക, ഇങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ട് ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ വാങ്ങുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലൊക്കെ രണ്ടാൾക്കും കൂടി ആയിട്ടാണ് ചെയ്യാറ്. അവൻ്റെ ബർത്ത്ഡേ അല്ലേ എന്നൊക്കെ ഒന്നും വിചാരിച്ചിട്ടോ അങ്ങനെയൊന്നും അങ്ങനെ എന്താ പറയുക മാറ്റി നിർത്താറൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കൊടുത്ത് ശേഷം ഞാൻ ആഴ്ചയിലാണ് കേട്ടോ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങുക. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി കേട്ടോ. ചേച്ചി അതൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ബ്ലൂബെറി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ ഒരു പകുതി, ഫുള്ളായിട്ടല്ല കേട്ടോ, പകുതി എടുത്തിട്ട് നന്നായിട്ട് കഴുകി ഞാൻ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഏകദേശം ഒരു 12:30 ആ ഒരു ടൈം ആയിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2:30 മണിയൊക്കെ ആയപ്പോൾ മക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാനിതാ കുറച്ച് കോളിഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ട് പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വറുത്തു, ഇങ്ങനെ എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ. അപ്പോൾ എനിക്കിത് ഇങ്ങനെയൊക്കെ ഉപ്പേരി പോലെയോ അങ്ങനെ റോസ്റ്റ് ചെയ്യണോ അങ്ങനെയൊക്കെയുള്ളും ഇഷ്ടം ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കണതാണ് കേട്ടോ. അപ്പോൾ അതുണ്ടായപ്പോൾ ഞാൻ അതും എന്താ പറയുക കുറച്ച് തൈരും കൂടെയാണ് കഴിച്ചിട്ടുള്ളത് കേട്ടോ ഉച്ചയ്ക്ക്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സാധനം ആയതുകൊണ്ട് എന്താ അറിയില്ല, ഭയങ്കര സാവധാനം സ്ലോ ആയിട്ട് നല്ല ആസ്വദിച്ചായിരുന്നു കേട്ടോ അങ്ങനെ TV ഒക്കെ കണ്ടിങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ മക്കളെയൊക്കെ കൂട്ടി വന്നതിന് ശേഷം അവർ എന്താ പറയുക ട്യൂഷനൊക്കെ പോയ ആ ഒരു ടൈമിലാണ് ഞാൻ പിന്നെ അടുത്ത മീൽ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനിതാ ഇന്ന് ബട്ടർ കോഫിയാണ് കേട്ടോ അടിച്ച് കുടിക്കുന്നത്. ഈ ഒരു സാധനം കുറച്ച് മുമ്പ് ഒരു കൊല്ലമൊക്കെ ആയിട്ടോ, അങ്ങനെ ഒരു കൊല്ലം ആവുന്നു ഈ സാധനം വാങ്ങിയിട്ട്. പക്ഷേ ഇടയ്ക്ക് മാത്രമേ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എനിക്ക് അതിന് കുറച്ച് ബട്ടർ ഇട്ടിട്ടുള്ള കോഫിയും പിന്നെ ഈ ബദാമുമാണ് കേട്ടോ കഴിക്കുന്നത്. കുറച്ചൊരു എന്താ പറയുക 10-12 ബദാം ഉണ്ടാവും, 10 ബദാം ഉണ്ടാവുമായിരിക്കും, അതാണ് കഴിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ മക്കൾ ട്യൂഷൻ അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു മക്കളെ അലമാരയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി ഇരിക്കുകയാണ്. അപ്പോൾ എങ്ങോട്ടേലൊക്കെ പോകുകയെന്ന് പറയുമ്പോൾ നല്ല ഡ്രസ്സുകൾ മാത്രം, പുറത്തേക്ക് ഇടുന്ന ഡ്രസ്സുകൾ മാത്രം കേട്ടോ ഇതിൽ വെക്കുക. അല്ലാത്ത എന്താ പറയുക വീട്ടിൽ നിന്നുള്ള ഡ്രസ്സൊക്കെ ഞാൻ നോർമലായിട്ട് ഇങ്ങനെ അപ്പുറത്തെ കട്ടിലിൻ്റെ അപ്പുറത്തൊരു ഡ്രോയർ കണ്ടോ, അതിലിങ്ങനെ വെക്കുക ചെയ്യുക. മക്കൾക്ക് പെട്ടെന്ന് എടുക്കാനും ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ഞാൻ അങ്ങനെ വെച്ച് കൊടുക്കുക ചെയ്യുക കേട്ടോ. ഒറ്റയ്ക്ക് തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ
ഈ അലമാരയിലുള്ളത് പുതിയ ഡ്രസ്സുകൾ, പാൻറ്റുകൾ, ഷർട്ട്, ടീഷർട്ട്, ജാക്കറ്റ്സ് അങ്ങനെ 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 തരം തിരിച്ച് വെക്കും. പിന്നെ യൂണിഫോംസും വെക്കും കേട്ടോ. പിന്നെ അവരെ ബോക്സിങ്ങിൻ്റെ ഉപയോഗിക്കുന്ന ഗ്ലൗസ്, അതിൻ്റെ അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ വെക്കും. പിന്നെ അവരെ എന്താ പറയുക, തല തോർത്തുന്ന ബാട്ടവൽ, അവരെ ബ്ലാങ്കറ്റ്, അങ്ങനെ ആ ഒരു സെക്ഷനും ഉണ്ടാകും. അങ്ങനെയൊക്കെയാണ് ഇതിലുള്ളത് കേട്ടോ. പിന്നെ ലാസ്റ്റത്തെ ഒരു കള്ളിയിൽ താഴെ കണ്ടോ, അധികമൊന്നുമില്ലല്ലോ, അവിടെ ഞാൻ അയൺ ചെയ്യാനുള്ള ഇങ്ങനെ മാറ്റി വെക്കുന്ന ഡ്രസ്സുകളാണ് അവിടെ വെക്കാറ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഈ ഒരു അലമാര ഉള്ളത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എന്താ പറയുക, പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ ഇങ്ങനെ ആകെ കൂടി മറിഞ്ഞ് കിടക്കണ കാണുമ്പോൾ ഇവർക്ക് എന്താ നല്ല ഡ്രസ്സൊന്നും ഇല്ലേ, ഇങ്ങനെ എല്ലാം കൂടി ഒക്കെ ഒരേപോലെ എല്ലാം എന്തോ പോലെ ആയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ തോന്നും കേട്ടോ. അപ്പോൾ ഞാനും ആ ഒരു അവസ്ഥ ഇല്ലാണ്ടൊക്കെ നീറ്റാക്കി വെക്കുകയാണ് കേട്ടോ. നീറ്റാക്കി വെച്ചാൽ കുറേ ഡ്രസ്സുള്ള പോലെ തോന്നുകയും ചെയ്യും കേട്ടോ. അത്യാവശ്യം ഡ്രസ്സൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ അടുത്തൊന്നും വാങ്ങണ്ട, അങ്ങനത്തെ രീതിയിലൊക്കെ തോന്നുകയും ചെയ്യും. പിന്നെ മക്കൾ ഈ ഒരു ടൈം ഇങ്ങനെ പെട്ടെന്ന് എന്താ പറയുക, വലുതായി വരുന്നൊരു പ്രായമല്ലേ. അതുകൊണ്ട് തന്നെ ഇവരാണെങ്കിൽ അത്യാവശ്യം അങ്ങനെ തടി ചിലപ്പോൾ അങ്ങോട്ട് കൂടുന്നതും കാണാം. എന്തെങ്കിലും ഒരു ഇങ്ങനെ പനിക്ക് എന്തെങ്കിലും ചെയ്താൽ വേഗം കുറയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ ഇങ്ങനെ ചെറുതായി വിടും. ഡ്രസ്സ് ചെറുതാവല്ല, മക്കൾ വലുതാവുകയാണ്. എന്നാൽ കൂടി ഇങ്ങനെ അപ്പോൾ പഴയ ഡ്രസ്സുകളൊക്കെ അതിന് ഒഴിവാക്കണം. പിന്നെ ഡ്രസ്സുകൾ എന്താ പറയുക, ഓരോന്നും മേലിലൊക്കെ ഓരോന്നും ആക്കുമല്ലോ. അപ്പോൾ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ഓരോന്നും ഉരച്ച് കഴുകി വൃത്തിയാക്കിയാലും അതിലൊന്നും നല്ല നീറ്റ് ആവാത്ത കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടാവുമല്ലോ. അതൊക്കെ വീട്ടിൽ നിന്ന് ഇടാനാക്കും. പിന്നെ എന്താ പറയുക, വല്ലാതെ അങ്ങോട്ട് ചെറുതായിട്ടില്ല, എന്നാൽ പുറത്തേക്ക് ഇടാനും പറ്റില്ല എന്നുള്ള രീതിയിൽ അതൊക്കെ വീട്ടിൽ നിന്ന് ഇടാനാക്കാം. അങ്ങനെ 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 എന്താ പറയുക, തരം തിരിച്ച് കണ്ടാണ് കേട്ടോ ഞാൻ സെറ്റാക്കുന്നത്. എന്നാൽ പിന്നെ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഒരു ടെൻഷനില്ല. ഇത്ര ഡ്രസ്സുകളുണ്ട് അല്ലെങ്കിൽ ഇത്ര കുറവാണ് നമുക്ക് മനസ്സിലാവും, വാങ്ങണമെങ്കിൽ വാങ്ങാം. അങ്ങനെ ഞാനൊരു 2 മാസം കൂടുമ്പോൾ ഇതൊക്കെ ചെയ്യലുണ്ട്. പക്ഷെ എന്താ പറയുക, ഞാനിപ്പോൾ ഇതൊരു 3 മാസത്തിന് മുകളിലായി ഇതൊക്കെ ഒന്ന് ശരിക്കും നീറ്റാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് പുറത്തേക്കിട്ട് റെഡിയാക്കിയാണ് എനിക്ക് എൻ്റെ സ്വഭാവം അനുസരിച്ച് മൊത്തത്തിൽ പുറത്തേക്ക് വലിച്ചിട്ട് റെഡിയാക്കിയാൽ എനിക്ക് പെട്ടെന്ന് മടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഓരോ കള്ളിയായിട്ട് വലിച്ചിട്ട് പുറത്തേക്ക് ഇട്ടിട്ട് അങ്ങനെ റെഡിയാക്കുകയാണ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് മടുക്കും. ഞാൻ അയ്യോ കുറേ പണിയുള്ള പോലെയൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ കള്ളിയിൽ നിന്ന് എല്ലാം പുറത്തേക്ക് ഇട്ടു. അപ്പോൾ ഞാൻ അതിൽ ഷർട്ടും ജാക്കറ്റ്സും മാത്രമാണ് കേട്ടോ വെക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ ആദ്യമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൽ ടീഷർട്ടും ആയി, പിന്നെ പാൻസും ആയി, ഉള്ള എല്ലാ സാധനങ്ങളും പിന്നെ കലകുലാബിയായിട്ട് ആകും. അപ്പോൾ ഞാൻ ആ ഒരു കള്ളിയിൽ നിന്നെല്ലാം പുറത്തേക്ക് ഇട്ടിട്ട് അതിൽ ഷർട്ടുകൾ മാത്രമായിട്ട് നീറ്റാക്കി വെച്ചു. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ജാക്കറ്റ്സും ആക്കി വെച്ചു കേട്ടോ. പിന്നെ താഴെ രണ്ടാമത്തതിൽ ടീഷർട്ട്സാണ് കേട്ടോ. ടീഷർട്ട്സാണ് അവർക്ക് കൂടുതലായിട്ട് ഉണ്ടാവുക. പിന്നെ കോഡ് സെറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചു. അങ്ങനെ മൂന്നാമത്തേൽ ഇങ്ങനെ പാൻസാണ് കേട്ടോ. എല്ലാം 2 വീതം ഉണ്ടാവും കേട്ടോ. ഒരേപോലത്തെ 2 വീതം ഉണ്ടാകും. ഞാൻ ഒരേപോലെ അവർക്ക് വാങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും ടിൻസ് ആണോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമെന്നല്ല കേട്ടോ. അങ്ങനെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ടാൾക്കും 2 രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് പുറത്ത് പോയാൽ ആരെയും ഇവൻ്റെ ഡ്രസ്സ് കാണാൻ രസമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ മറ്റാൾക്ക് സങ്കടമായാലോ, ആ ഒരു മൈൻഡ് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരേപോലെ ഡ്രസ്സുകളൊക്കെ ആക്കണത്. അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടല്ലോ. അപ്പോൾ അവർക്കൊരു സങ്കടം വരണ്ടല്ലോ, അവൻ്റെ ഡ്രസ്സ് മാത്രമാണോ ഭംഗി, എനിക്ക് എൻ്റെ ഡ്രസ്സ് ഭംഗിയില്ലേ, അങ്ങനെയൊക്കെ ഒരു തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനത്തെ കുറച്ച് റീസണുകൾ വെച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെയൊക്കെ ചെയ്യണത്. അതൊക്കെ കഴിഞ്ഞ് റൂം ഒക്കെ ആ ഒരു അലമാര ഫുള്ള് വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിൽ തന്നെ കുറേ മക്കളെ ഒഴിവാക്കാനുള്ളതുണ്ടായിരുന്നു. ഒട്ടും കൊള്ളാത്ത, വീട്ടിൽ നിന്ന് ഇടാൻ പറ്റാത്ത കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഡ്രസ്സുകൾ അങ്ങനെ അങ്ങോട്ട് എന്താ പറയുക വൃത്തികേടാവുമൊന്നുമില്ല കേട്ടോ, അങ്ങനെ പുറത്തേക്ക് ഇടുന്ന ഡ്രസ്സുകളൊന്നും. അപ്പോൾ ഞാൻ അത് ആവശ്യമുള്ള ആർക്കെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അത് എന്താ പറയുക, അവർ വാങ്ങുന്ന ആൾക്കാർ തന്നെ പറയും ഒന്നും ആയിട്ടില്ലല്ലോ, നല്ല പറയലുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കി
പറ്റ വൃത്തികേടായ ഡ്രസ്സുകളൊന്നും ഞാൻ അങ്ങനെ അങ്ങോട്ട് കൊടുക്കാറുമില്ല കേട്ടോ. ചിലതൊക്കെ കത്തിക്കുകയും ചെയ്യും. നമുക്ക് ഓക്കെയാണ്, ഒരാൾക്ക് കൊടുക്കാം എന്ന് തോന്നുന്ന ഡ്രസ്സുകൾ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് സുജി വന്നപ്പോൾ കുറച്ച് ദിവസം മുമ്പ് മറ്റേ ടേസ്റ്റി നിബിൾസിൻ്റെ ഇൻസ്റ്റൻറ്റ് കപ്പ ബിരിയാണി പോലത്തെ ഒരു സാധനം വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറേ കാലമായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സുജി പറഞ്ഞു ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ, ആ സാധനം ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ അത് നല്ല കപ്പ അങ്ങനെ തന്നെ ഉണ്ടാകും. ഒരു 6 മാസത്തോളം ആ പാക്കറ്റ് പൊട്ടിച്ചില്ലെങ്കിലും അതൊന്നും കേടുവരില്ല കേട്ടോ. അപ്പോൾ അത് അവിടെ അങ്ങനെ വെച്ചിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ലല്ലോ, കേടുവരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ സുജി ഇന്നതെടുത്ത് ചൂടാക്കി അതിലേക്ക് സുജി ബീഫ് ഫ്രൈ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊറോട്ടയും ബീഫ് ഫ്രൈയും വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ബീഫ് എടുത്തിട്ട് കപ്പയിലേക്ക് ഇട്ടിട്ട് അതിക്ക് വറവിടും കൂടി ചെയ്യാണ് കേട്ടോ. അപ്പോൾ സുജി തന്നെയാണ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. ഞങ്ങൾ ആദ്യത്തെ വീട്ടിലായിരുന്നു സുജി അധികവും ഞാനും സുജിയൊക്കെ ലേറ്റ് നൈറ്റായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്തെങ്കിലും പത്തിരിയൊക്കെ ഉണ്ടാക്കും, സുജി ബീഫ് കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ഈ വീട്ടിലെത്തിയതിന് ശേഷം അങ്ങനത്തെ ഒരു അധികം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒന്നാമത് സുജി ഭയങ്കരമായിട്ട് ബിസി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്നുള്ള ഒരു ടൈമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ സുജി അത്യാവശ്യം നല്ല കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. പണ്ട് ഞങ്ങൾ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് സുജിയും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ആയിട്ട് പോകുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നന്നായിട്ട് സുജി കുക്ക് ചെയ്യുകയൊക്കെ പണ്ട് മുതലേ ചെയ്യുമായിരുന്നു. പിന്നെ വീട്ടിൽ തന്നെ അങ്ങനെ ബീഫ് കറി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങൾ മാത്രമാകുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ആ കപ്പ ഏകദേശം ഒരു പരിവാക്കിയിട്ടുണ്ട്. ഈ ഒരു ഫുഡ് എന്താ പറയുക, നമുക്ക് ഈ ട്രിപ്പൊക്കെ പോകൂലേ, അപ്പോൾ ഒക്കെ എന്താ പറയുക നല്ല സുഖമാണ് കേട്ടോ. ഈ പാക്കറ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് നമ്മൾ കെറ്റിലൊക്കെ ഉണ്ടാവില്ലേ അതിലിട്ടിട്ട് ഒന്ന് ബോയിൽ ചെയ്താലൊക്കെ ഫുഡ് റെഡിയാണ്. ഞങ്ങൾ ഒരു കഴിഞ്ഞ മെയ്യിൽ ഞങ്ങളൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടാനൊക്കെ നല്ല പാടാണല്ലോ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാമായിരുന്നല്ലോ എന്നൊക്കെ ഉള്ളത് കേട്ടോ. പക്ഷേ നമുക്ക് അതിനുള്ളൊരു മനസ്സും സൗകര്യമൊന്നും അന്നേരം ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഈ ഒരു സംഭവം പാക്കറ്റൊക്കെ കൊണ്ടുവരുന്നെങ്കിൽ അത്രയും നന്നായിരുന്നു കേട്ടോ. അന്ന് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഇപ്പോഴാണ് അറിയുന്നത്. അന്ന് ഞങ്ങളൊരു 35 ദിവസത്തെ ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ഫുള്ള് എന്താ പറയുക പുട്ട് കഴിക്കാൻ കൊതിയാവണു, നല്ല ചോറും സാമ്പാറും ബീഫ് പൊരിച്ചതൊക്കെ കഴിക്കാൻ കൊതിയാവണു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഫുള്ള് അലമ്പായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം തന്നെ നമ്മൾ കേരളം വിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടുന്നും അങ്ങനെ ഒരു നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഫുഡ് കിട്ടാൻ നല്ല പാടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മിസ് ചെയ്തു. പിന്നെ ഈവനിങ് ഞാൻ ആ ബട്ടർ കോഫി കുടിച്ചതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. ഞാൻ ബീഫ് ഫ്രൈ ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, സുജി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഇതൊക്കെയാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ 25ാമത്തെ ദിവസമല്ലേ, ഇനി 30ാമത്തെ ദിവസം നമുക്ക് വെയിറ്റ് നോക്കാം കേട്ടോ. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.